ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാന. ഹലോ ഗായ്സ്, ദിസ് ഈസ് മലബാർ ഫുഡി ഹിയർ. സോ എന്താണ് ഗായ്സ് ഇന്ന് നമ്മുടെ പരിപാടി? ചൂടാൻ പോവാണ്. സോ എവിടുന്നാണ് വന്നിട്ടുള്ളത്? സോ എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ? എന്താണ്? നമ്മളെ ദുബായ് പോലല്ല, നല്ല കാറ്റുണ്ട്, സെറ്റാണ്, തണുപ്പുണ്ട്, അടിപൊളിയാണ്, നല്ല ക്ലൈമറ്റ്. അപ്പൊ നമ്മള് ഇന്ന് ചിക്കൻ ബാക്കിയുള്ള എല്ലാ സെറ്റപ്പ് ഇറക്കുമ്പോ നോക്കാം, അതാ നല്ലത്. സോ നമ്മുടെ അൽദറംസിലെ മാനേജറാണ്. സോ നമ്മള് ഫുൾ ഐറ്റംസ് ഒന്ന് നമസ്കാരം അൽദറംസിന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മളിന്ന് ചൂടാൻ പോവാണ്. അപ്പൊ നിങ്ങളെ ഹോട്ടലിനെ കുറിച്ചിട്ട് എന്താണ്? നമ്മള് ഭക്ഷണമൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി പറയൂ. അൽദറം റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഭക്ഷണമാണ്. ഓക്കെ, നല്ല രുചിയേറിയ ഭക്ഷണം, സ്വാദും സംതൃപ്തിയൊക്കെ നേടുന്ന, വയറ് നിറയെ. എന്തായാലും ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ ഇന്ന് കഴിച്ചിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ ദുബായ് ഉള്ളവരൊക്കെ അത്തയിലോട്ട് വരുമ്പോൾ ഇവിടെ മുസേറലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. പാം ഡിസ്കൗണ്ട് സെന്റർ എത്തുന്നതിന്റെ മുന്നേ തന്നെ റൈറ്റ് സൈഡിലാണ് വരുന്നത് അൽദറം റെസ്റ്റോറൻറ്റ്. സോ ബാക്കി വിശേഷങ്ങൾ നമ്മൾ ഇന്ന് പോയിട്ട് പറയാം. സോ എന്നാ കയറുക. അപ്പൊ നമ്മൾ പോവല്ലേ? യെസ്, ഓക്കെ, സെറ്റാണ്, പരിപാടി സെറ്റാണ്. സോ ഞങ്ങൾ പോവാണ്. ബാക്കി വിശേഷങ്ങൾ അവിടെ നിന്നിട്ട് പങ്കുവെക്കാം. നമ്മള് പോകുന്നത് സുഹൈല ഡാം, സുഹൈല ലേക്സിന്റെ ഭാഗത്തേക്കാണ്. അവിടെ പോയിട്ട് ചൂടാം. സുഹൈല ഡാം, സുഹൈല ലേക്ക്, അവിടേക്കാണ് നമ്മൾ പോണത്. അവിടെ പോകാനുള്ള റൂട്ടൊക്കെ കാണിച്ചു കൊടുത്തിട്ട് റൂട്ട് സീനാണ്. സ്വിമ്മിങ് അവിടെ വെള്ളം മണ്ണി കിടന്നിട്ട് നീന്തല്ലേ എന്നൊക്കെ. നമുക്ക് ഏതെങ്കിലും സ്പോട്ട് കാണും, സ്പോട്ട് കണ്ടിട്ട് അവിടെ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് നോക്കാം. ഇവിടെ മൊത്തം ഗ്രില്ലിങ്ങും പരിപാടികളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഇവിടെ സ്പോട്ട്. ഒരു 1.5 മണിക്കൂറാ കത്തിക്കാൻ അവിടെ നിന്ന് വീശണ്. ആ ക്യാമറ അങ്ങനെ പിടിച്ചതിന്റെ ഒരു കാരണം പറഞ്ഞിട്ട് എന്തിനാ ഞാൻ പിടിച്ചത്? അത് അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ അറിയുള്ളൂ അല്ലേ? കണ്ടന്റ് ക്രിയേറ്റർ അങ്ങനെ പിടിക്കാൻ കാരണം അങ്ങനെ പിടിക്കണേ അറിയില്ല. ഹനാനാണ് കാട്ടി. അപ്പൊ നമുക്ക് നല്ല സുലൈമാനി ഉണ്ടാക്കാൻ പോവാ. നല്ല വൈബ്. എന്താ അവിടുത്തെ തണുപ്പ്? എന്താ പാട്? ഇവിടെ സെറ്റാണ് ഇപ്പൊ. അതായത് തണുപ്പ് എന്ന് പറയാൻ ഓവർ തണുപ്പൊന്നുമില്ല, എന്നാലും ചൂടത്തുനിന്ന് വന്നാലും ഒരു ചൂടില്ല ഇവിടെ. പുഴുക്കാണ്. ആ പുഴുക്കും ഹ്യൂമിഡിറ്റി ഈ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. തീയില്ലല്ലോ ഇവിടെ. അതിങ്ങനെ വെച്ചിട്ട് തിരിക്കരുത്. ചൂടായിക്കണടാ, സെറ്റ് ആയിക്കണം. എന്താ സാബിത്ത പറയാനുള്ളത്? വൈബാണ്, പ്യൂർ ലൊക്കേഷൻ. അതിനിപ്പോ തന്നെ നടക്കണ് കട്ട ചായ പാളിയിരുന്നു. ഇത് ഇവിടുത്തെ ക്ലൈമറ്റിന്റെ ഇതുകൊണ്ട് വയർത്തതല്ല, ഇവിടെ ദുബായിലുള്ള പോലത്തെ ഒരു ക്ലൈമറ്റ് അല്ലല്ലേ. ഫായ്സിനെടുത്തേ, ഫായ്സ് വീഡിയോ എടുക്കേണ്ടി വലിയ വയർക്കണാണ്, അല്ലാതെ ക്ലൈമറ്റിന്റെ ഇതുകൊണ്ട് വയർക്കണ. ക്ലൈമറ്റ് ഒരു പ്രശ്നമില്ല. നമുക്ക് അവിടെ ഫോണിൽ എന്തെങ്കിലും ഉണ്ട് ഇവിടുത്തെ വെതർ ഒന്ന് കാണിച്ചു കൊടുക്കാൻ? ഇല്ലടാ, നോക്കിയോട്ടെടാ, അവൈലബിൾ അല്ല. നെറ്റ്വർക്ക് പോലെ ഇവിടെ കിട്ടണില്ലേ? വെറുതെ പറയല്ലേ നമുക്ക്. നമുക്ക് ആ പാട്ട് മതി. അപ്പൊ നമ്മൾ ചിക്കൻ പറയുമ്പോ രണ്ടും എടുക്കേണ്ടി വരും കേട്ടോ. 2 കിലോ എടുക്കണം.
തട്ടല്ലേട്ടാ. സ്ട്രോങ് ആവില്ലല്ലോ. പൊടി നമുക്ക് ഓരോ കട്ടൻ കുടിച്ചിട്ട് തുടങ്ങാം ബാക്കി പരിപാടി. അവിടെ കിടക്ക അത്ര മതി, ഓറണ്ട. കുറച്ചുകൂടെ മതിയല്ലോ. ഗൈസ്, പുതിയൊരു ടിപ്പ് തരാം. ഇനി അഥവാ വെളിച്ചെണ്ണ വെക്കാൻ സാധനം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് സാധനം പൊട്ടിക്കുക. എന്ത് സാധനം? പനോല. പനോല, ഈന്തപ്പനയുടെ ഓല വേണം. അതെ, ഈന്തപ്പനയുടെ ഓല വേണം. അപ്പോൾ ആ ഫ്ലേവർ നമുക്ക് അതെ. ഇനി മുതല് മുത്തുമോനല്ല, DJ ഷബീർ. നല്ല പ്രേമല് കലർന്ന പാട്ടുകളാണ്. പ്രേമല് വിട്ടിട്ടും മാരി വിട്ടിട്ടും പത്തമീസയില് വിട്ടിട്ടും ഒരു കളിയില്ല. വേറെ പരിപാടിയില്ല. പാട്ടൊക്കെ പാട്ട് ഐക്കണിക്ക് അല്ലാണ്ട് കളിക്കണ്ട. ഷുർക്ക വരൂട്ടാ. ഒച്ചപ്പാട് അധികം ഉണ്ടാക്കണ്ട. ഷുർക്ക നായ്പ കഴിഞ്ഞ മീറ്റപ്പിലൂടെ എന്തൊട്ടല്ലോടാ എന്റെ അടുത്ത്. ഗായ്സ്, നമ്മുടെ ഗ്രില്ല് ഫുള്ള് സെറ്റായിട്ടുണ്ട്. കാണിച്ചു കൊടുക്ക്. പറഞ്ഞു അതൊക്കെ സമ്മതിച്ചു. അല്ല, പത്തിരിയും ചിക്കനും ഇവിടുത്തെ ഇരിക്കണ്ടേ. മോനെ. സംഭവം എന്താ വെച്ചാൽ ഇതിപ്പോ സ്വിച്ച് ഓഫ് ആവാൻ ചാൻസ് ഉണ്ട്. ഞങ്ങള് ചുട്ട് പോവാണ്. ബാക്കി ഞങ്ങൾ കാലത്ത് വരുന്നത്. അപ്പോ എല്ലാവരും ഞങ്ങളെ അയ്യോ ഓക്കെ, ബൈ ഫ്രം മലബാർ ഫുഡി. ഓക്കെ.